ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നന്നായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളും കൂടി വരുന്നുണ്ട്. അയാളെ ഇതുവരെ ഔട്ടിങ്ങിനൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പം എൻ്റെ കൊച്ചെന്നോട് എപ്പോഴും പരാതി പറയും, കൊച്ചിനെ മാത്രം ആരും ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബിഗ് ബോയ് മിസ്റ്റർ ഷേർഖാനെ ഒന്ന് പുറത്ത് കൊണ്ടുപോവാണ്. രണ്ടുണ്ട് കാര്യം. ഷേർഖാനെ ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകണം, പിന്നെ ആ വിശേഷം ഞാൻ വഴിയെ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ എൻ്റെ ത്രില്ല് പോവില്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ ചെറുക്കനെ ഞാനൊന്ന് ഒരുക്കട്ടെ. ജസ്റ്റ് ലീഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ലീഷിൻ്റെ ബാക്കി കണക്ഷനൊക്കെ ഇട്ടിട്ട് ബാക്കി റോപ്പും കൂടെ വെച്ചിട്ട് ആളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. കാര്യം തീരെ കുഞ്ഞായിരുന്നപ്പം ഒരിക്കലും ഞാനൊന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത്ര വലിയ ആളായിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ആളുടെ റിയാക്ടിങ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിന്ന് പോകുന്ന സ്ഥലമൊക്കെ ഞാൻ ഓൺ ദ വേ പറയാം. ആദ്യം എൻ്റെ ചെറുക്കനെ ഞാനൊന്ന് ഒരുക്കി ഇറക്കട്ടെ കേട്ടോ. മസ്തു ബാ, നമുക്ക് ലീശില്ല. ബാ മുറ്റു ബാ. ഗുഡ് ബോയ് ആണ് എൻ്റെ ഗുഡ് ബോയ്. ഇതാ എനിക്ക് എൻ്റെ ഗുഡ് ബോയ്, ഇതെൻ്റെ ഗുഡ് ബോയ്. ഗുഡ് ബോയ് ഇതാ ലീഷൊക്കെ ഇടാൻ പോകുന്നു. ലീഷ് ഇട്ടു. ഓൾറെഡി ഞാൻ ആളുടെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആളുടെ ബാക്കിയുള്ള കണക്ഷനൊക്കെ ഇട്ട് ചക്രഭാവിയും മമ്മിയും കൂടെ പോവാം. ബാ നടന്നു ബാ. അങ്ങനെ ഞാനും എൻ്റെ ചെറുക്കനും കൂടി ഇതാ ലീഷൊക്കെ ഇട്ട് ഇതാ പോവാണ്. വാ കുച്ചു, നമുക്ക് അവിടെ കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല. വാ നമുക്ക് പോവാം, പുറത്ത് പോവാം. വാ നീ. ഇതാ ഇവിടെ മസ്തു ചാച്ചൻ്റെ സ്ഥലമാണേ. മസ്തു ചാച്ചൻ പ്രശ്നം ഉണ്ടാക്കുവേ. ഇതാ കുഞ്ഞുമണി ലാറാ എല്ലാവരോടും കൂട്ടാണ്. കുഞ്ഞാ ആച്ചോ റാഗ്നർ എല്ലാവരുമായിട്ട് കൂട്ടാണ്. ബാ പൊന്നു വാ. ഇതാ മസ്ത പ്രശ്നം ഉണ്ടാക്കിയേ. ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം, സമയം പോണ്. വാ എൻ്റെ ചെറുക്ക ഒന്ന് ഇങ്ങോട്ട് വാ ചെറുക്ക. യൂണ്ട് കൊച്ച് ബാ, അവിടെ ഇങ്ങോട്ട് വാ, പുറത്തിറങ്ങാം നമുക്ക്. വാ വാടാ കുഞ്ചു. ബിഗ് ബോയിനെ ജസ്റ്റ് ഇതാ പുറത്തിറക്കിയിട്ടുണ്ട്. ആളെന്താണ് അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. വാ വാടാ പൊന്നു, വാ. കളിച്ചോണ്ട് നിൽക്കല്ലേ കുഞ്ഞാവേ. വാ നീ കുഞ്ഞാ. വാടി, അമ്മയുടെ പൊന്നല്ലടി കണ്ണേ, അമ്മയുടെ പൊണ്ണ് മുറ്റല്ലടി വാടി പൊന്നെ. ഇവിടെ എല്ലാം ഇനി അവൻ്റെ സ്ഥലങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനി കൊച്ചു വരണുള്ളൂ. കളക്കുഞ്ചു. അച്ഛോ എൻ്റെ കൊച്ച്. അമ്മ വേറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം വണ്ടിയൊക്കെ കയറിയ. ബാ. അവിടെ യാത്ര അയക്കാൻ സൗകര്യത്തിന് ഞാൻ ജസ്റ്റ് ഇതാ ബാസ്ക്കറ്റിനകത്താക്കി. നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ആളെയൊക്കെ കുട്ടികളെ ഇതിനകത്താക്കുന്നതാണ് ഏറ്റവും നല്ലത്, ബാസ്ക്കറ്റിലാക്കുന്നതാണ്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇറങ്ങി ഓടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ പ്രോപ്പറായിട്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് കുഞ്ഞുമോനെ അതിനകത്ത് വെച്ചു. ഇപ്പം ഷെർക്കൻ അതിനകത്തുണ്ട്. ഇനി ഞാൻ ഓൺ ദ വേ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ഷേരും കൂടെ ഔട്ടിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്തിട്ട് പറയാം. ഇത് ടച്ചറിംഗ് ടാറ്റു സ്കൂൾ ആൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ ആണ്. സ്കൂളും കൂടിയാണ്. ഞാനിവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കുറച്ച് നാൾ ഞാൻ ടാറ്റുവിങ് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ വ്യക്തിയുടെ കൊച്ചുവിടെ നിന്നോ, ഈ ചെറിയ വ്യക്തിയുടെ മുഖമാണ് എനിക്ക് ടാറ്റു ചെയ്തത്. അവനെവിടെയോ പോണം. മിറർ നോക്ക്. ഇതൊരു ബ്യൂട്ടിഫുൾ ബോയെ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ബേബി കണ്ട. ഷേരുവിനെ ഞാൻ മിറർ കാണിക്കാൻ പോവാണ്. ഷേരുവിന്റെ മുഖം ആദ്യമായിട്ട് കാണാൻ പോകണം. വലിയ മിറർ ഉണ്ട് ഇവിടെ. ഇതാരാത്? ശരി, നീ അവിടെ നോക്ക്. അവൻ ചെറുതായിട്ട് പാനിക്കാണ്. ഇങ്ങനെയാണോ വേണ്ടത് ഗുഡ് ബോയ്സ്? ഇങ്ങനെയാണോ വേണ്ടത്? പുറത്ത് പോണോ? എവിടെ പോണ കൊച്ച്? നീ ഇവിടെ നിന്നോ. ഇവിടെ എല്ലാരെയും നോക്കി ഇവിടെ നിന്നു.
ഹായ് മുല്ലപ്പൂ കണ്ടോ ഷേർഖാനും മുല്ലപ്പൂ നല്ല കോമ്പിനേഷൻ. അവിടെ ഇരിക്കാൻ പോണാ കൊച്ചൊക്കെ വിതാബ് വീട്ടിൽ വന്നാൽ പോരായിരുന്നു. ടൗൺ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊച്ചിനെ കൊണ്ടുവന്നിട്ട് വീട്ടിലെ പോലെ കുറച്ച് ചെടിയും കുറച്ച് സ്ഥലമൊക്കെ കാണിച്ച് പറ്റിക്കാന്ന് വിചാരിച്ചു. ഒന്നുമല്ല, നിന്റെ ചെറുക്കൻ്റെ മുഖം കാണിച്ചു കൊടുക്കണം, എന്നിട്ട് മമ്മിക്ക് ടാറ്റു എടുക്കാൻ പറ്റുള്ളൂ. കൊച്ചിൻ്റെ മുഖം വേണ്ട മമ്മിക്ക് എപ്പോഴും കയ്യിലിങ്ങനെ എന്താ കുത്തി വെക്കുക. നിന്റെ മുഖം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം കേട്ടാ. വല്ല നീ അറിയണ്ട. ഇല്ല പുള്ളിയാണ് നടക്കണം നോക്കാൻ. ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരിച്ചാണ് എൻ്റെ കൊച്ച്. യാത്രയിൽ ആദ്യമൊക്കെ ചെറിയൊരു പാനിക് ഉണ്ടായിരുന്നു ആള്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻസ് നോർമലായി ആള്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റിലൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടു. നോർമലായിട്ടിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതായപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുതായിട്ട് ടാറ്റൂവിൻ്റെ പരിപാടിയാണ്. ടാറ്റു ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നില്ല. അതൊരു എന്താ പറയുക, ഒരു വലിയൊരു ഫംഗ്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യാൻ പോകുന്നത്. ലീഷ് അഴിച്ചുകൂടെ എനിക്കൊരു ചെറിയ ഇതുണ്ട്. ആളിന് എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ. അപ്പോൾ ഓടി വേറെ എന്തെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. പിന്നെ ഞാൻ പിന്നെ നെഞ്ചത്തടി നിലവിലായിരിക്കും. അതുകൊണ്ട് ചേട്ടനെ ഞാൻ അഴിച്ചുകൂടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ മതി എൻ്റെ ഉച്ചക്ക്. അവന് പാനിക്കായിട്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് ശബ്ദം, ആളുകൾ അല്ലെങ്കിൽ വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പാനിക്കായിട്ട് എവിടെയെങ്കിലും കയറി വയ്ക്കാമെന്ന് അറിയില്ലല്ലോ. പശുവിനെ പുല്ല് നയിക്കാൻ കൊണ്ടുപോകുന്നതല്ലേ ഞാനിപ്പോൾ ഇവനെ കൊണ്ടുപോകുന്ന സത്യം. അവൻ ഇഷ്ടമുള്ളിടത്ത് പോകുന്നത് അതിൻ്റെ പുറകെ ഞാനും കൂടും. അതാണ് സത്യം. ഇരുട്ടാവോ ആവശ്യം അവിടെ? അത് കണ്ടോ കൊച്ചങ്ങോട്ട് പോകണം. കുഞ്ഞോ ശരിപ്പെട്ടോ ശരിപ്പെട്ടോ ശരിപ്പെട്ടോ. പുറത്തിറങ്ങി പോകണം എന്നുള്ളതാണ് അളിയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. യാ ബേബി, where are you going? ഇങ്ങനെ ഇരുട്ടത്തൊക്കെ ഇറങ്ങി നടന്നേലേ ആൾക്കാർ വിചാരിക്കും പോലെ പുലിക്കുഞ്ഞാന്ന് കേട്ടാ. നീ പാവ പൂച്ചക്കുഞ്ഞാന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. വണ്ടി പോണേ വളരെ വേണ്ട കണ്ടാ വണ്ടി കേൾക്കില്ല. അതാ പറഞ്ഞേ. ആഹാ നടു റോട്ടിലാണോ പതുങ്ങുന്നത്? അയ്യേ. നോർമലി നമ്മൾ ക്യാറ്റിനെ ഇടയ്ക്ക് ഇവരെ ഒന്ന് പുറത്ത് കൊണ്ടുവരുന്നത് നല്ലതാണ്. വേറൊന്നും കൊണ്ടല്ല. കാര്യം അവർക്ക് ഈ എന്താ പറയുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ അടച്ചു വളരുമ്പോൾ അവർക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് കാണുമ്പം പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും മാറ്റുക എന്നുള്ളതും കൂടെ ഉണ്ട് എനിക്ക് ഉദ്ദേശം. നോർമലി നമ്മൾ പുറം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതാണ് ഉദ്ദേശം. പണ്ടത്തെ പിന്നെ ഷേർഖാനാണെങ്കിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. ചിലപ്പോൾ ആൾ ഒന്നൊന്നര ഓട്ടം ഓടും. ഇതെന്താ ഇവിടെ താമസിക്കാൻ പോണ എന്താണ് ഉദ്ദേശിക്കുന്നത്? വണ്ടി ഇപ്പോൾ വരണം. ഈ വണ്ടി വരുന്നത് ഇങ്ങോട്ട് വേണ്ട, വണ്ടി പോകുന്നുണ്ട. ബേബി 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 ബേബി. ഇന്ന് പകൽ വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ. ഇന്ന് ഞാൻ ചെറുതായിട്ട് തുറന്നു വിട്ടു. അതായത് മസ്താനെയും ഷേർഖാനെയും നിളേനെയും എല്ലാം തുറന്നു വിട്ടു. എന്നിട്ട് ഷേർഖാനെ കണ്ടുകൊണ്ട് മസ്താൻ കണ്ടുകൊണ്ട് കിടക്കണം. അവൻ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കിയൊന്നുമില്ല. പക്ഷേ നിളയും മസ്താനും തമ്മിൽ ഇന്ന് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. ഞാൻ നോക്കിയപ്പം അവർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നു, ചെറിയ ചുംബനങ്ങൾ കൈമാറുന്നു. എന്നിട്ട് മസ്താൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നു. ഇടയ്ക്ക് അവളെന്ന് തൊട്ട് നോക്കിയിട്ടൊക്കെ വെക്കണം. എന്താവോ അവസാനം ഷേർഖാൻ കട്ട കലിപ്പാവോ എന്നറിയാൻ പാടില്ല. ഷേർഖാൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. മസ്താൻ്റെ അടുത്തൊക്കെ പോയിട്ട് പയ്യെ പിന്നെന്താ ഒന്ന് അടുത്തൊക്കെ പോയി സ്നേഹപ്രകടനം കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും നിളേനെ അകത്ത് ഷേർഖാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അപ്പോഴത്തേക്കും മസ്താൻ്റെ ഈ ഷേർഖാൻ്റെ ഒരു പരിശോധന കാണേണ്ടതായിരുന്നു. മൊത്തം സ്മെല്ല് ചെയ്ത്
അവളെ ഇനി അവനെന്തിനും ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലുള്ള നോട്ടങ്ങളൊക്കെ അത് കാണുമായിരുന്നു. ഞാൻ ചിരിച്ച് സത്യം കാര്യം എൻ്റെ അന്നേരം ഫോണില്ല, നല്ല നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേനെ കേട്ടോ. സത്യം ഇനിയും ഇങ്ങനെയുള്ള അവസരം ഉണ്ടാവും. എന്തായാലും നാളെ മിക്കവാറും ഞാൻ അവരെ രണ്ടുപേരും ഒന്നും കൂടെ മീറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചു പണ്ടൊക്കെ ഇവർ തമ്മിൽ കാണുമ്പോൾ ഭയങ്കര വഴക്കും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, നിളയും മസ്താനും ചെറിയ കമ്പനിയായി തുടങ്ങിയിട്ടുണ്ട്. ശരി, വലിയ കുഴപ്പമൊന്നുമില്ല. അയ്യേ നാണക്കേട്, ഇവരൊക്കെ പറയും കണ്ടാ പേടിച്ചിരിക്കാന്ന് പറയും. ഇവിടെ വാങ്ങി അവിടെ എന്തോ സ്മെല് ചെയ്തോണ്ടിരിക്കുക അല്ലേ. വാ എണിച്ചു വാ, പാടി കുഞ്ചു. അവിടെ ഒരു ചെറിയ കുളം പോലെ അതിനകത്തേക്ക് ചാടാനുള്ള ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഹായ്, ഞാനും എൻ്റെ ഷേർഖാനും ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ഉദ്ദേശത്തോടുകൂടിയാണ്. ഒന്ന്, ചെക്കനെ ഒന്ന് പുറം ലോകമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം, ഒന്ന് ഔട്ടിങ് കാണിക്കണം. രണ്ടാമത്, എൻ്റെ കുട്ടിയുടെ ഈ മുഖമാണ് ഞാൻ ടാറ്റു ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ കൊച്ചിനെ കാണിച്ചിട്ട് നേരിട്ട് അവനെ കൊണ്ട് വരപ്പിച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചുമ്മാ അപ്പം അവനും കൂടെ ഒന്ന് പുറത്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ടാറ്റു ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഐമോക പ്രസൻസ് ട്രാവൻകൂർ ഫാഷൻ റൺവേ ഇൻ അസോസിയേഷൻ വിത്ത് ടച്ച് ഓഫ് ഇങ്ക് ആണ് ഇതിൻ്റെ ഈ ഒരു ഫാഷൻ ഷോയുടെ പാർട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ടാറ്റു, എൻ്റെ ചെക്കൻ്റെ മുഖം എൻ്റെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് അപ്പോൾ ഞാൻ ടാറ്റു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും മീൻസ് എൻ്റെ ട്രാവലിങ്ങിലും എൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടായാൽ അത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബേബിയുടെ, അതായത് ഒരാളുടെ മാത്രമേ വെക്കാനുള്ളത് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഷേർക്കുട്ടൻ്റെയാണ് വെക്കാൻ പോകുന്നത്, ഷേർഖാൻ, മൈ ബിഗ് ബോയ്. അപ്പോൾ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ലൈഫിൻ്റെ ഭാഗമാകാൻ പോകുന്നു ഒരു സ്പെഷ്യൽ ടാറ്റു. അപ്പോൾ അത് ടച്ച് ഓഫ് ഇങ്കിൽ നിന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നത് നമ്മൾ ഇതാ പറഞ്ഞ പോലെ ട്രാവൻകൂർ ഫാഷൻ റൺവേ എന്ന് പറയുന്ന ആ ഒരു ഫാഷൻ ഷോയിൽ വെച്ചിട്ടാണ്. അപ്പം ഒരു ഫ്രീ എൻട്രി ആണ് 12-ാം തീയതി, അതായത് ഈ ഫെബ്രുവരി 12-ാം തീയതി വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻട്രി ഫ്രീ ആണ്, ആർക്കും വരാം. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഈ ഫാഷൻ ലീഗ് നടക്കുന്ന പോലെ ട്രാവൻകൂറിൽ നടത്താൻ പോകുന്ന ഒരു ഫാഷൻ ഷോ ആണ്. 16ഓളം സുന്ദരിമാരാണ് അന്ന് റാമ്പിൽ ബാക്ക് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഈ പ്രോഗ്രാം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ടച്ച് ഓഫ് ഇങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടാറ്റു ഒരു ഫെസ്റ്റ് പോലെ ഉണ്ട് അവിടെ. ആ ഫെസ്റ്റിലാണ് അല്ലെങ്കിൽ അതോടൊപ്പമാണ് ഞാൻ ടാറ്റു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും സ്ഥലം മറക്കണ്ട, ഒരിക്കൽ കൂടി ഞാൻ പറയാം. സ്ഥലം നടക്കുന്നത് ഹിൽട്ടണിലാണ്, ട്രിവാൻഡ്രം ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചിട്ട് വൈകുന്നേരം 4 മണി തൊട്ട്. എൻ്റെ കുട്ടിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ലാൻസിനുണ്ട്, അതുകൊണ്ട് മറക്കണ്ട. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻട്രി ഫ്രീ ആണ്. അപ്പം എല്ലാവർക്കും വരാം, എൻജോയ് ചെയ്യാം, ഫംഗ്ഷൻ കാണാം. അപ്പം ഞങ്ങളുടെ ചെറിയൊരു ടാറ്റു പരിപാടിയും കൂടി ഉണ്ടാവും. അപ്പോൾ അന്ന് വരുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. ബൈ, ചെക്ക അവിടെ. ഹായ്, അപ്പം നമ്മുടെ ഷേർഖാൻ്റെ ടാറ്റു ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ ടാറ്റു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രൂപേഷിനെ വിളിക്കാം. രൂപേഷ്, പ്ലീസ് കം. ഈസ് ദ മാൻ രൂപേഷ്. അനു ജോസഫ് ഫിലിം ആക്ടറാണ്.
तो നമ്മുടെ ഈ हम करता है इसका फेस है, ये तो शेर खान है, उसका प्यारी बिल्ली है एंड उसका फेस करना चाहिए, हाँ फेस टैटू करना चाहिए। हम करना इधर से नहीं है, हम उधर है तो हाँ इधर तो एक होटल पे हमारा एक फंक्शन है, वो दिन है तो फ्राइडे इवनिंग को इसका टैटू करना चाहिए उधर, फेस टैटू है आपका। शेर खान लिखना नहीं चाहिए, नहीं। अब एक काम करो, उसका फेस का फोटो है उसका पास है, और फोटो वगैरह उसका पास मिलेगा, अदरवाइज आपका फोटो चाहिए तो अभी भी आपका भी करेगा। नहीं कैमरे से अच्छा आएगा, कुछ टेंशन के लिए अच्छा पड़ेगा। ठीक है ओके। लेकिन हमको ज़्यादा टाइम नहीं है, हमारा टाइम है मैक्सिमम 5 आवर, 5 घंटा, 4 घंटा में करना चाहिए। कितना साइज? साइज आप देखो, आप प्लान करो, आपका मर्जी है, लेकिन ज़्यादा बड़ा नहीं चाहिए, मिनिमम ये तो पोर्ट्रेट का साइज बनाओ। ओके तो 4 घंटा में करेगा, എനിക്ക് കാഫിൽ ചെയ്തായിരിക്കും കുറച്ചും better. काफ में करेगा കാര്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ കാഫിലായിരിക്കും better. ओके। ബാ കുഞ്ഞാ, ബാ മതി ബാ നമ്മൾ പോണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞങ്ങളിതാ ടാറ്റുവിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണം, അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ചെറിയ കറക്കമൊക്കെ ആയിരുന്നു, ഷെർഖാനെ ജസ്റ്റ് പുറത്ത് കാണിക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് Actually, I will introduce another guy. He's a very big fan of Sher Khan. His name is Suman. सुमन आओ, सुमन हमारा आर्टिस्ट है। सुमन है तो शेर खान का बड़ा फैन है, शेर खान का बड़ा फैन है। ശരി 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 ശരി. अपन वो दिन सुमन भी उधर है, ഓക്കെ. हम लोग उधर जाएगा, अच्छा टैटू करेगा, हाँ ടീം വർക്ക് ഓക്കെ. അപ്പം എല്ലാവർക്കും ടച്ച് ഓഫിങ്ങിന്റെ വക ഒരു ബൈ, ഗുഡ് നൈറ്റ്. ദെൻ നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലേ? അപ്പം ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞങ്ങളെ കൂടെ അറിയിക്കണം. ഓക്കെ, അപ്പം എന്തായിരുന്നാലും ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് കൂടെയാണ് പുള്ളിക്കാരി, കട്ട് ചെയ്ത് നടക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഇവിടെ ഇപ്പൊ വലിയ മീൻസ് കുറച്ചുകൂടെ വിപുലീകരിച്ച് ഇവിടെ മുകളിലൊക്കെ കുറച്ചുകൂടി സ്റ്റുഡൻസിന് ഇരിക്കാൻ ഭാഗത്തിനൊക്കെ എല്ലാം. അതെ, ഞങ്ങളൊരു 40ഓളം സ്റ്റുഡന്റിന് ഒറ്റ ടൈമിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം മേളിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ വർക്ക് നടക്കുക. അപ്പം ഇത് ഞങ്ങൾ ഇപ്പം നാഷണൽ സ്കിൽ ഇന്ത്യ മിഷന്റെ കീഴിലാണ് പഠിപ്പിക്കുന്നത്. സോ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പറയുക. അതുപോലെ തന്നെ ഇത് തുടങ്ങിയ ക്ലാസ്സിന് കറക്റ്റ് ആയിട്ട് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുൾ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ പാതി വഴിയിൽ മുടങ്ങി എന്റെ ക്ലാസ് വീണ്ടും പുനരാരംഭിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഞാനും എന്റെ ബേബിയായിട്ട് വീണ്ടും ഇതാ പോവാണ്. ബേബി അവിടെ പണങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ ബേബി വാ, ടാറ്റ പറ. ബേബി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ടാറ്റ ബൈ. ടാറ്റ ബൈ ബൈ. ടാറ്റ അബി ബോളോ ടാറ്റ. ടാറ്റ. ഓക്കെ ബൈ. ഓക്കെ ബൈ.